Hi dear friends, welcome to Happy Maths Hour. Happy Maths Hourലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഓപ്പൺ ഇന്റർവൽ, ക്ലോസ്ഡ് ഇന്റർവൽ, ഹാഫ് ക്ലോസ്ഡ് ആൻഡ് ഹാഫ് ഓപ്പൺ ഇന്റർവൽസ്. എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്റെ ക്ലാസ് ഇഷ്ടമായാൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്റർവെൽസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 6 യൂസ് ചെയ്തിട്ടാണ് റിയൽ നമ്പേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. റിയൽ നമ്പേഴ്സിനകത്ത് ആരൊക്കെയുണ്ട്? റാഷണൽ നമ്പേഴ്സും ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. റാഷണൽ നമ്പേഴ്സിനകത്ത് ആരുണ്ട്? ഇന്റിജേഴ്സ് ഉണ്ട്. ഇന്റിജേഴ്സിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അതായത് -∞ മുതൽ +∞ വരെയുള്ള എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ പെടും. ഓക്കെ, നമ്മള് ഇന്റർവെൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും a, b എലിമെന്റ് ഓഫ് r എന്ന് പറയും. ഈ r എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്. a, b എലിമെന്റ് ഓഫ് r എന്ന് പറഞ്ഞാൽ എയും ബിയും റിയൽ നമ്പേഴ്സിലെ എലിമെന്റ്സ് ആണെന്നാണ് മീനിങ്. അതുപോലെ a ലെസ് ദാൻ b എന്നും പറയും. a ലെസ് ദാൻ b എന്ന് പറഞ്ഞാൽ a b-യെക്കാട്ടിലും ചെറുതാണ്. ഇനി ഏതെങ്കിലും രണ്ട് റിയൽ നമ്പേഴ്സിനിടയിൽ എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇൻഫൈനൈറ്റ് റിയൽ നമ്പേഴ്സ്. അതായത് നമ്മൾ ഏത് രണ്ട് നമ്പർ എടുത്താലും അതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻഫൈനൈറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ടാവും. അതായത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയും റിയൽ നമ്പേഴ്സ് ഉണ്ടാവും ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ. നമ്മളിനി ഇന്റർവെൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്പർ ലൈൻ വരയ്ക്കാൻ പറയും. നമ്പർ ലൈൻ വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് റിയൽ നമ്പർ ലൈൻ ആണ്. അതായത് റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ലൈൻ ആണ് റിയൽ നമ്പർ ലൈൻ. -∞ മുതൽ +∞ വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും ഈ റിയൽ നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓപ്പൺ ഇന്റർവൽ എ ബി. എന്താണ് ഓപ്പൺ ഇന്റർവൽ എ ബി നമുക്ക് നോക്കാം. ഓപ്പൺ ഇന്റർവൽ നമ്മൾ എപ്പോഴും ഈ ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ആ ബ്രാക്കറ്റ്സിന്റെ പേര് പാരന്തസിസ് എന്നാണ്. എവിടെ നമ്മൾ പാരന്തസിസ് ഇന്റർവെൽസിന്റെ കേസിൽ കണ്ടാലും അത് ഓപ്പൺ ഇന്റർവൽ ആണെന്ന് മനസ്സിലാക്കണം. നമുക്കിവിടെ ഓപ്പൺ ഇന്റർവൽ എ ബി a, b എലിമെന്റ് ഓഫ് r a ലെസ് ദാൻ b എന്ന് തന്നിട്ടുണ്ട്. a, b എലിമെന്റ് ഓഫ് r എന്ന് പറഞ്ഞാൽ എയും ബിയും റിയൽ നമ്പേഴ്സിലെ എലിമെന്റ്സ് ആണ്. അതുപോലെ a ലെസ് ദാൻ b. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എയുടെ വാല്യൂ നമുക്ക് 1 എടുക്കാം, ബിയുടെ വാല്യൂ നമുക്ക് 5 എന്നും എടുക്കാം. എന്താണ് ഓപ്പൺ ഇന്റർവൽ 1, 5 എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കാം. ഇത് നമ്മുടെ റിയൽ നമ്പർ ലൈൻ ആണ്. അതായത് -∞ മുതൽ +∞ വരെയുള്ള എല്ലാ നമ്പേഴ്സും ഈ റിയൽ നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 1 മാർക്ക് ചെയ്യാം, 5 മാർക്ക് ചെയ്യാം. ഇനി എന്താണ് ഓപ്പൺ ഇന്റർവൽ 1, 5? ഓപ്പൺ ഇന്റർവൽ 1, 5 എന്ന് പറഞ്ഞാൽ 1ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ 1ഉം കാണില്ല, 5ഉം കാണില്ല. അതായത് 1, 5 നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവെൽ. നോട്ട് ഇൻക്ലൂഡഡ്. അല്ലെങ്കിൽ നമുക്ക് 1, 5 എക്സ്ക്ലൂഡഡ് എന്ന് വേണമെങ്കിലും പറയാം. നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവെൽ അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് ഇൻ ദ ഇന്റർവെൽ. ഇനി 1ന്റെയും 5ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ടാവും? ഇൻഫൈനൈറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ടാവും. അതായത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയും റിയൽ നമ്പേഴ്സ് ഉണ്ട് 1ന്റെയും 5ന്റെയും ഇടയിൽ. ആ നമ്പേഴ്സ് മുഴുവൻ നമ്മുടെ ഓപ്പൺ ഇന്റർവെൽ 1, 5 ഉണ്ടാവും. പക്ഷേ 1ഉം കാണില്ല, 5ഉം കാണില്ല. ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു നമ്പർ x എടുക്കാം. ഈ എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നറിയോ? x ഗ്രേറ്റർ ദാൻ 1. അതായത് എക്സിന്റെ വാല്യൂ 1നെക്കാട്ടിലും വലുതുമായിരിക്കണം. എന്നാൽ x ലെസ് ദാൻ 5, 5നെക്കാട്ടിലും ചെറുതുമായിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഞാൻ x ഗ്രേറ്റർ ദാൻ 1 എന്നേ എടുത്തിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എക്സിന്റെ വാല്യൂ 1നെക്കാട്ടി വലുതായിരിക്കണം, പക്ഷെ 1 ആവാൻ പാടില്ല. കാര്യം 1 ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് അല്ല. അതേസമയം ഞാൻ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് എടുത്തിരുന്നെങ്കിൽ ആ ഈക്വൽ ടു സൈൻ കിടക്കുന്നതിന്റെ മീനിങ് എന്താണ്? 1 ഇൻക്ലൂഡഡ് എന്നാണ് മീനിങ്. മനസ്സിലായോ? അതായത് ആ ഇന്റർവെല്ലിൽ 1ഉം ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് മീനിങ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എടുത്തിരുന്നെങ്കിൽ. സോ നമ്മളിവിടെ ജസ്റ്റ് x ഗ്രേറ്റർ ദാൻ 1 മാത്രമേ എഴുതാൻ പാടുള്ളൂ. കാര്യം 1 ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് അല്ല. ഇനി ഇവിടെ x ലെസ് ദാൻ 5 എന്ന് മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ. കാര്യം എന്താ? 5 ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതിയിരുന്നെങ്കിൽ 5ഉം ഇൻക്ലൂഡഡ് എന്നാണ് വായിക്കുക. അതായത് 5ഉം ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് എന്നാണ് വായിക്കുക. പക്ഷെ നമ്മുടെ ഓപ്പൺ ഇന്റർവെല്ലിൽ 5 ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് x ലെസ് ദാൻ 5 എന്ന് മാത്രമേ എഴുതാവൂ. ഇനി ഈ ഇന്റർവെല്ലിനെ നമുക്കൊന്ന്
അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള നമുക്ക് 1 ലെസ് ദാൻ എക്സ് എന്ന് ആക്കി എഴുതാം. അതുപോലെ എക്സ് ലെസ് ദാൻ എക്സ് ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്നാക്കാം. ഓക്കെ, സോ ഇനി എന്താണ് ഓപ്പൺ ഇന്റർവൽ 1 5? ഓപ്പൺ ഇന്റർവൽ 1 5 എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അതായത് 1ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഈ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ 1ഉം കാണില്ല 5ഉം കാണില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ. ഇനി ഓപ്പൺ ഇന്റർവെൽ എ ബിയുടെ നമ്പർ ലൈൻ നമുക്ക് വരയ്ക്കാം. എ ബി എലിമെന്റ് ഓഫ് ആർ എ ലെസ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. നമുക്കൊരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കാം. പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം, എയും ബിയും. ഇനി ഈ എയുടെയും ബിയുടെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഇനി ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെയും ബിയുടെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ എയും കാണില്ല ബിയും കാണില്ല. അതായത് എയും ബിയും നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവെൽ. നോട്ട് ഇൻക്ലൂഡഡ്. ഇനി ഏതെങ്കിലും ഒരു നമ്പർ എക്സ് എയുടെയും ബിയുടെയും ഇടയിൽ എടുത്താൽ അതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ എ. അതായത് എക്സിന്റെ വാല്യൂ എ കാട്ടി വലുതായിരിക്കണം. പക്ഷെ എ ആവാൻ പറ്റില്ല. അതുപോലെ എക്സ് ലെസ് ദാൻ ബി. കാര്യം എക്സിന്റെ വാല്യൂ ബി യെ കാട്ടി ചെറുതായിരിക്കണം, ബി ആവാൻ പറ്റത്തില്ല. ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? എ ലെസ് ദാൻ എക്സ് എക്സ് ലെസ് ദാൻ ബി. അതായത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇനി നമുക്ക് ഓപ്പൺ ഇന്റർവെൽ എ ബി സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഈ ലെസ് ദാൻ സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ലെസ് ദാൻ സൈന്റെ അർത്ഥം എ ഇൻക്ലൂഡഡ് അല്ല ബി ഇൻക്ലൂഡഡ് അല്ല. എങ്ങാണ് നമ്മൾ ലെസ് ദാൻ ഈക്വൽ ടു ഇട്ടിരുന്നെങ്കിൽ എയും ബിയും ഇൻക്ലൂഡഡ് എന്നാണ് വായിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. റൈറ്റ് ദ ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ഇന്റർവെൽ -5, 10. എന്താണ് ഈ ഓപ്പൺ ഇന്റർവെൽ -5, 10 എന്ന് പറഞ്ഞാൽ? -5ന്റെയും 10ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ -5ഉം 10ഉം ഇൻക്ലൂഡഡ് അല്ല. അതായത് -5ഉം അതുപോലെ 10ഉം ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ -5ന്റെയും 10ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഇവിടെ ജസ്റ്റ് ലെസ് ദാൻ സൈൻ മതി. കാര്യം എന്താണ്? -5 ഇൻക്ലൂഡഡ് അല്ല. ഇവിടെയും ലെസ് ദാൻ സൈൻ മാത്രം മതി. കാര്യം എന്താണ്? 10 ഇൻക്ലൂഡഡ് അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പൺ ഇന്റർവെൽ -3, 3. എന്താണ് ഓപ്പൺ ഇന്റർവെൽ -3, 3? -3യുടെയും 3യുടെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ -3യും കാണില്ല 3യും കാണില്ല. ഇനി ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവെൽസ്. നമുക്കിവിടെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. തിരിച്ച് ഇന്റർവെൽസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ -7 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 15. നമുക്കിവിടെ രണ്ടിടത്തും ലെസ് ദാൻ സൈൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ? ഈ ലെസ് ദാൻ സൈൻ കണ്ടാൽ അപ്പം മനസ്സിലാക്കിക്കോണം അത് ഓപ്പൺ ഇന്റർവെൽ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ -7, 15. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The set of all x such that x element of R 1 less than x less than 10. നോക്കിക്കേ, രണ്ടിടത്തും ലെസ് ദാൻ സൈൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോഴേ മനസ്സിലാക്കിക്കോളൂ അത് ഓപ്പൺ ഇന്റർവെൽ ആണെന്ന്. ഓപ്പൺ ഇന്റർവെൽ 1, 10. ഇനി നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി നോക്കാം. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി നമ്മൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ്സിനുള്ളിലാണ് എഴുതുന്നത്. ഇന്റർവെൽസിന്റെ കേസിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് കണ്ടാൽ അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണെന്ന് മനസ്സിലാക്കണം.
ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എലിമെന്റ് ഓഫ് ആർ എ ലെസ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എയുടെ വാല്യൂ 1 എന്നും എടുക്കാം, ബിയുടെ വാല്യൂ 5 എന്നും എടുക്കാം. ഒരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കാം. ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. 1, 5. ഇനി എന്താണ് ക്ലോസ്ഡ് ഇന്റർവെൽ 1, 5 എന്ന് പറഞ്ഞാൽ 1ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ 1ഉം ഇൻക്ലൂഡഡ് ആണ്, 5ഉം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ 1, 5 1ഉം 5ഉം ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ x എടുത്താൽ xന്റെ വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് എഴുതുക. അതായത് 1 ഇൻക്ലൂഡഡ് ആണ്, അതായത് xന്റെ വാല്യൂ 1ഉം ആവാം. അതുപോലെ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് എഴുതുന്നത്. അതായത് x 5ഓ 5ൽ ചെറുതോ ആവാം. അതായത് ഇവിടെ xന്റെ വാല്യൂ 1 ആവാം, 5 ആവാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈക്വൽ ടു സൈനും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ഇന്റർവെലിന്റെ കേസിൽ ജസ്റ്റ് x ഗ്രേറ്റർ ദാൻ 1, x ലെസ് ദാൻ 5 എന്നേ എഴുതിയുള്ളൂ. കാര്യം എന്താ, അവിടെ xന്റെ വാല്യൂ 1ഉം 5ഉം ആവാൻ പറ്റത്തില്ല. കാര്യം 1ഉം 5ഉം ഇന്റർവെലിൽ ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ കേസിൽ നമുക്ക് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നും ആയിരുന്ന കാര്യം xന്റെ വാല്യൂ 1ഉം 5ഉം ആവാം. തെറ്റിപ്പോകരുത്. ഇനി നമുക്ക് ഈ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5നെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതാം. ഇനി നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ 1, 5നെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? The set of all x such that x element of R 1 less than or equal to x less than or equal to 5. ഇനി ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്താണെന്ന് നമുക്ക് നോക്കാം. a, b എലിമെന്റ് ഓഫ് R a ലെസ് ദാൻ b. നമുക്കൊരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കാം. ജസ്റ്റ് എയും ബിയും ഒന്ന് മാർക്ക് ചെയ്യാം. a, b. എന്താണ് ഈ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ എയും ഇൻക്ലൂഡഡ് ആണ്, ബിയും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഈ n പോയിന്റ്സ് എ ബി ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ എയുടെയും ബിയുടെയും ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ x നമ്മൾ എടുത്തു. xന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a. അതായത് xന്റെ വാല്യൂ എയോ a കാട്ടി വലുതോ ആവാം, അല്ലെങ്കിൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. അതായത് xന്റെ വാല്യൂ bയോ bയെ കാട്ടി ചെറുതോ ആവാം. ഈ ഈക്വൽ ടു സൈൻ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? xന്റെ വാല്യൂ a ആവാം, അതുകൊണ്ടാണ് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിരിക്കുന്നത്. അതുപോലെ xന്റെ വാല്യൂ b ആവാം, അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b അറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. ഇനി നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x എലിമെന്റ് ഓഫ് R a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെരി ഇമ്പോർട്ടന്റ്. കാര്യം എന്താ? എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഓപ്പൺ ഇന്റർവെൽ 8,12. എന്താണ് ഈ ഓപ്പൺ ഇന്റർവെൽ 8,12 എന്ന് പറഞ്ഞാൽ 8ന്റെയും 12ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ 8ഉം ഇൻക്ലൂഡഡ് ആണ്, 12ഉം ഇൻക്ലൂഡഡ് ആണ്. The set of all x such that x element of R 8 less than or equal to എന്ന് വേണം ഇടാൻ. കാര്യം 8 ഇൻക്ലൂഡഡ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വേണം എഴുതാൻ. കാര്യം എന്താ? 12ഉം ഇൻക്ലൂഡഡ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോസ്ഡ് ഇന്റർവെൽ -7,7. എന്താണ് ഈ ക്ലോസ്ഡ് ഇന്റർവെൽ -7,7 എന്ന് പറഞ്ഞാൽ -7ഉം ഇൻക്ലൂഡഡ് ആണ്, 7ഉം ഇൻക്ലൂഡഡ് ആണ്. -7ന്റെയും 7ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x എലിമെന്റ് ഓഫ് R -7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7.
എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിരിക്കുന്നത്? ഈ -7 ഇൻക്ലൂഡഡ് ആണ്, ഈ 7 ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവെൽസ്. നമുക്കിവിടെ സെറ്റ് ബിൽഡർ ഫോർമാറ്റ് തന്നിരിക്കുന്നത്, തിരിച്ച് ഇന്റർവെൽസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണെന്ന്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 1 ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് closed interval 1, 10 ആണ്. Second question നോക്കാം. The set of all x such that x element of R -4 less than or equal to x less than or equal to 20. രണ്ട് സ്ഥലത്തും less than or equal to സൈൻ ആണുള്ളത്. അതായത് -4ഉം 20ഉം ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു ക്ലോസ്ഡ് ഇന്റർവെൽ -4, 20 ആണ്. ഹാഫ് ക്ലോസ്ഡ് ആൻഡ് ഹാഫ് ഓപ്പൺ ഇന്റർവെൽസ്. അതായത് ഒരു സൈഡ് ക്ലോസ്ഡും ഒരു സൈഡ് ഓപ്പണും ആയിട്ടുള്ള ഇന്റർവെൽസ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എയുടെ സൈഡ് ഓപ്പണും ബിയുടെ സൈഡ് ക്ലോസ്ഡും. നോക്കിക്കേ, എയുടെ സൈഡ് ഓപ്പൺ ആയതുകൊണ്ടാണ് നമ്മളിവിടെ പാരന്തസിസ് ഇടുന്നത് എയുടെ സൈഡിൽ. ബിയുടെ സൈഡ് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ആ സൈഡിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. മനസ്സിലായോ? ഇനി സെക്കൻഡ് വൺ, എയുടെ സൈഡ് ക്ലോസ്ഡും ബിയുടെ സൈഡ് ഓപ്പണും. എയുടെ സൈഡ് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. അതുപോലെ ബിയുടെ സൈഡ് ഓപ്പൺ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ പാരന്തസിസ് ഇടുന്നത്. ആദ്യം നമുക്ക് എയുടെ സൈഡ് ഓപ്പണും ബിയുടെ സൈഡ് ക്ലോസ്ഡും ആയിട്ടുള്ള ഇന്റർവെല്ല് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എ, ബി എലിമെന്റ് ഓഫ് ആർ എ ലെസ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എയുടെ വാല്യൂ 1 എന്നും എടുക്കാം, ബിയുടെ വാല്യൂ 5 എന്നും എടുക്കാം. അതായത് ഇവിടെ 1 ലെസ് ദാൻ 5 ആണല്ലോ, എ ലെസ് ദാൻ ബി. ഇനി നമുക്ക് ഒരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കാം. പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം, 1ഉം 5ഉം. ഇനി എന്താണ് ഈ 1ന്റെ സൈഡ് ഓപ്പണും 5ന്റെ സൈഡ് ക്ലോസ്ഡും ആയിട്ടുള്ള ഇന്റർവെൽ? ഈ ഇന്റർവെല്ല് 1ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ 1 ഇൻക്ലൂഡഡ് അല്ല, 5 ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലായോ? അതായത് ഈ ഇന്റർവെല്ലിൽ 1 കാണില്ല, പക്ഷെ 5 കാണും. 1 നോട്ട് ഇൻക്ലൂഡഡ്. 1 നോട്ട് ഇൻക്ലൂഡഡ്. കാര്യം എന്താ? 1ന്റെ സൈഡ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 1ന്റെ സൈഡ് ഓപ്പൺ ആണ്. അതുപോലെ 5 ഇൻക്ലൂഡഡ്. 5 ഇൻക്ലൂഡഡിന്റെ കാര്യം എന്താണ്? 5ന്റെ സൈഡ് ക്ലോസ്ഡ് ആണ്. മനസ്സിലായോ? ഇത് ഓർത്ത് വെച്ചേക്കാം. 1 നോട്ട് ഇൻക്ലൂഡഡ്, 5 ഇൻക്ലൂഡഡ്. ഇനി നമ്മൾ ഈ 1ന്റെയും 5ന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ എക്സ് എടുത്താൽ എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ 1. കാര്യം എക്സിന്റെ വാല്യൂ എപ്പോഴും 1നെക്കാട്ടി വലുതായിരിക്കണം. അവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം എന്താ? 1 ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇടാൻ പറ്റത്തില്ല. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 എന്ന് തന്നെ വേണം ഇടാൻ. അതുപോലെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് എക്സിന്റെ വാല്യൂ 5ഓ 5ൽ ചെറുതോ ആവാം. എക്സിന്റെ വാല്യൂ 5ഉം ആവാം. അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇവിടെ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ സൈൻ മാത്രം ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 1 ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 1 ആവാൻ പറ്റില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഇട്ടിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ 5ഓ 5ൽ ചെറുതോ ആണ്. അതായത് എക്സിന്റെ വാല്യൂ 5ഉം ആവാം. അതുകൊണ്ടാണ് അവിടെ ഈക്വൽ ടു സൈൻ ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ എക്സ് ഗ്രേറ്റർ ദാൻ 1, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5നെ ഒന്ന് അറേഞ്ച് ചെയ്ത് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? 1ന്റെ സൈഡ് ഓപ്പണും 5ന്റെ സൈഡ് ക്ലോസ്ഡും ആയിട്ടുള്ള ഇന്റർവെല്ലിനെ the set of all x such that x element of R 1 less than x less than or equal to 5. ഇനി നമുക്ക് എയുടെ സൈഡ് ഓപ്പണും ബിയുടെ സൈഡ് ക്ലോസ്ഡും ആയിട്ടുള്ള ഇന്റർവെല്ലിന്റെ നമ്പർ ലൈൻ ഒന്ന് വരയ്ക്കാം. ജസ്റ്റ് എയും ബിയും മാർക്ക് ചെയ്യാം. എ ബി. എന്താണ് ഈ ഇന്റർവെൽ? എയുടെയും ബിയുടെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ എ കാണില്ല, ബി ഉണ്ടാവും. അതായത് എ എക്സ്ക്ലൂഡഡ്, ബി ഇൻക്ലൂഡഡ്.
ഇതിനിടയിൽ ഏതെങ്കിലും ഒരു നമ്പർ x എടുത്താൽ xന്റെ വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ a. x a വലുതായിരിക്കും ആൻഡ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. b യോ b യിൽ ചെറുതോ ആയിരിക്കും. അതായത് a ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതും? ഇന്റർവെലിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? the set of all x such that x element of R a less than x less than or equal to b. ഇനി നമുക്ക് a യുടെ സൈഡ് ക്ലോസ്ഡും b യുടെ സൈഡ് ഓപ്പണും ആയിട്ടുള്ള ഇന്റർവെൽ നോക്കാം. a, b element of R a less than b എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് a equal to 1 എന്നും എടുക്കാം, b equal to 5 എന്നും എടുക്കാം. 1 less than 5 ആണല്ലോ. നമുക്കൊരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കാം. ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. 1 ഉം 5 ഉം. ഇനി എന്താണ് 1ന്റെ സൈഡ് ക്ലോസ്ഡും 5ന്റെ സൈഡ് ഓപ്പണും ആയിട്ടുള്ള ഇന്റർവെൽ? 1ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ 1 ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ 5 ഇൻക്ലൂഡഡ് അല്ല. അതായത് 1 included in the interval. കാര്യം എന്താ? 1ന്റെ സൈഡ് ക്ലോസ്ഡ് ആണ്. കണ്ടോ? 1ന്റെ സൈഡ് ക്ലോസ്ഡ് ആണ്. അതുപോലെ 5 നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവെൽ. കാര്യം എന്താ? 5ന്റെ സൈഡ് ഓപ്പൺ ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ x എടുത്താൽ xന്റെ വാല്യൂ എങ്ങനെ ആയിരിക്കും? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് x 1 ഓ 1ൽ വലുതോ ആയിരിക്കും. ഇവിടെ 1 ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ x ലെസ് ദാൻ 5. എന്തുകൊണ്ടാണ് x ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 5ൽ ചെറുതായിരിക്കണം xന്റെ വാല്യൂ, പക്ഷെ 5 ആവാൻ പറ്റില്ല. കാര്യം എന്താ? 5 നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവെൽ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 5 എന്ന് എഴുതാമല്ലോ. ഇനി എന്താണ് 1ന്റെ സൈഡ് ക്ലോസ്ഡും 5ന്റെ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഇന്റർവെലിന്റെ സെറ്റ് ബിൽഡർ ഫോം? the set of all x such that x element of R 1 less than or equal to x less than 5. ഇനി a യുടെ സൈഡ് ക്ലോസ്ഡും b യുടെ സൈഡ് ഓപ്പണും ആയിട്ടുള്ള ഇന്റർവെലിന്റെ ഒരു നമ്പർ ലൈൻ വരയ്ക്കാം. ജസ്റ്റ് എയും ബിയും മാർക്ക് ചെയ്യുക. ഇത് a, ഇത് b. എന്താണ് ഈ ഇന്റർവെൽ? a യുടെയും b യുടെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ എയും ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ b കാണില്ല. ഓക്കെ, a ഇൻക്ലൂഡഡ്, b എക്സ്ക്ലൂഡഡ്. നമ്മൾ ഇനി ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ x എടുത്താൽ xന്റെ വാല്യൂ എങ്ങനെ ആയിരിക്കും? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a. x aയോ aയെക്കാട്ടി വലുതോ ആയിരിക്കും. അതുപോലെ x ലെസ് ദാൻ b. x ലെസ് ദാൻ b എന്നാണ് എഴുതിയിരിക്കുന്നത്. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b അല്ല, ജസ്റ്റ് x ലെസ് ദാൻ b. xന്റെ വാല്യൂ b യെക്കാട്ടിലും ചെറുതായിരിക്കണം. ഇനി ഇതിനെ എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ b. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം. എങ്ങനെ വരും? the set of all x such that x element of R a less than or equal to x less than b. നമുക്കിനി പ്രോബ്ലംസ് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 4ന്റെ സൈഡ് ഓപ്പണും 12ന്റെ സൈഡ് ക്ലോസ്ഡുമാണ്. അതിന്റെ മീനിങ് എന്താ? 4 എക്സ്ക്ലൂഡഡ്, 12 ഇൻക്ലൂഡഡ്. ഇനി എങ്ങനെ വരും ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം? the set of all x such that x element of R 4 ലെസ് ദാൻ x എന്ന് എഴുതുള്ളൂ. കാര്യം അവിടെ ഓപ്പൺ ആണ്, 4 ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വേണം എഴുതാൻ. കാര്യം എന്താണ്? 12 ഇൻക്ലൂഡഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ -9ന്റെ സൈഡ് ക്ലോസ്ഡും +9ന്റെ സൈഡ് ഓപ്പണും ആണ്. അതിന്റെ മീനിങ് എന്താണ്? -9 ഇൻക്ലൂഡഡ് ആണ്, +9 എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ വേണം എഴുതാൻ? the set of all x such that x element of R -9 less than or equal to x എന്ന് വേണം എഴുതാൻ. കാര്യം എന്താ? -9 ഇൻക്ലൂഡഡ് ആണ്, ലെസ് ദാൻ x ലെസ് ദാൻ 9. ഇവിടെ ലെസ് ദാൻ മാത്രം മതി. കാര്യം എന്താ? +9 ഇൻക്ലൂഡഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവെൽസ്. നമുക്ക് ഇവിടെ സെറ്റ് ബിൽഡർ ഫോം ആണ് തന്നിരിക്കുന്നത്, തിരിച്ച് ഇന്റർവെൽസ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. the set of all x such that x element of R -6 less than or equal to x less than 20.
നോക്കിക്കേ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കിടക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? -6 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ -6ന്റെ സൈഡ് ക്ലോസ്ഡ് ആണ്. ഇനി ഇവിടെ ജസ്റ്റ് ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മീനിങ് എന്താ? 20 ഇൻക്ലൂഡഡ് അല്ല, 20 എക്സ്ക്ലൂഡഡ് ആ. അപ്പൊ 20യുടെ സൈഡ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. മനസ്സിലായോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25. ദാ ഇവിടെ ജസ്റ്റ് ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. മീനിങ് എന്താ? 5 ഇൻക്ലൂഡഡ് അല്ല ആ ഇന്റർവെല്ലില്. അപ്പോൾ 5ന്റെ സൈഡ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കിടക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? 25 ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 25ന്റെ സൈഡ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഇന്റർവെൽസ് ആസ് സബ്സെറ്റ്സ് ഓഫ് ആർ. നമ്മളിപ്പം 4 ഇന്റർവെൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാ ഇന്റർവെല്ലിനെയും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് ആയിട്ട് എങ്ങനെ എഴുതാം എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെ ഉണ്ടാവും? -∞ മുതൽ +∞ വരെ ഉണ്ടാവും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതായത് ഓപ്പൺ ഇന്റർവെൽ -∞ to ∞ ആണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ. ഇനി ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ ഈ -∞ to ∞ അകത്ത് വരുന്ന ഒരു സംഗതിയല്ലേ? നോക്കിക്കേ, ഈ -∞ to ∞ അകത്തല്ലേ ഓപ്പൺ ഇന്റർവെൽ എ ബി വരുന്നത്. അതുപോലെ -∞ ∞ അകത്തല്ലേ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി വരുന്നത്. ഇനി നോക്കിക്കേ, ഈ ഹാഫ് ക്ലോസ്ഡ് ആൻഡ് ഹാഫ് ഓപ്പൺ ഇന്റർവെൽസും -∞ to ∞ അകത്തല്ലേ വരുന്നത്. അതുകൊണ്ട് ഈ 4 ഇന്റർവെൽസും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. A equal to open interval -3,5, B equal to closed interval -7,9. Is A subset of B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു നമ്പർ ലൈൻ വരയ്ക്കാം. ആദ്യം നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ -7,9 എന്ന് മാർക്ക് ചെയ്യാം. ക്ലോസ്ഡ് ഇന്റർവൽ -7,9 എന്ന് പറഞ്ഞാൽ എന്താണ്? -7ന്റെയും 9ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ -7ഉം ഇൻക്ലൂഡഡ് ആണ്, 9ഉം ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ -7,9. ഇനി എന്താണ് ഓപ്പൺ ഇന്റർവൽ -3,5? ഓപ്പൺ ഇന്റർവൽ -3,5 എന്ന് പറഞ്ഞാൽ -3ന്റെയും 5ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ -3ഉം കാണില്ല, 5ഉം കാണില്ല. നോക്കിക്കേ, ഈ ക്ലോസ്ഡ് ഇന്റർവൽ -7,9 അകത്തല്ലേ ഓപ്പൺ ഇന്റർവൽ -3,5 വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്പൺ ഇന്റർവൽ -3,5 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ -7,9ന്റെ ഒരു സബ്സെറ്റ് ആണ്. സോ A is a subset of B. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഇന്റർവെൽസിന്റെ സമ്മറി ആണിത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് പ്രോബ്ലംസ് എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.